ഹലോ എവരിവൺ, ദിശ അക്കാദമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ RRB NTPC എക്സാമിന് പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഫാക്റ്റുകളുമായിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക. ഇനി വരുന്ന NTPC എക്സാമിനും ഇത് 100% നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇങ്ങനെയാണ്: ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് സിറ്റീസ് ഡിഡ് മഹാരാജ ജയ്സിംഗ് സെക്കൻഡ് ഡിഡ് നോട്ട് ബിൽഡ് എ ജന്തർ മന്ദർ? ഓക്കെ, അപ്പം ഈ ഒരു ക്വസ്റ്റ്യനുമായിട്ട് റിലേറ്റ് ചെയ്ത് നമ്മളെപ്പോഴും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് പഠിക്കുന്ന ടൈമിൽ ക്വസ്റ്റ്യനകത്തുള്ള ഫാക്റ്റിലൂടെ അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ വായിക്കുന്ന സമയത്ത് ആ ക്വസ്റ്റ്യനകത്ത് വരുന്ന ഫാക്റ്റിലൂടെ നമ്മൾ പഠിച്ചു വെക്കണം. കാരണം പിന്നീട് ചിലപ്പോൾ അടുത്തൊരു എക്സാമിന് ആൻസർ ആയിട്ട് വരുന്നത് ആ തവണ ആ ക്വസ്റ്റ്യനിൽ ഉണ്ടായിരുന്ന ഫാക്റ്റ് ആയിരിക്കാം. ഓക്കെ, അത് മാത്രമല്ല ഈ ഒരു ക്വസ്റ്റ്യനെ ബേസ് ചെയ്ത് കുറച്ചധികം ഫാക്റ്റുകൾ നമ്മൾക്ക് അറിഞ്ഞിരിക്കണം. കാരണം പല രീതിയിൽ ഇവിടുത്തെ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ജന്തർ മന്ദിർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്ത്യയിൽ ടോട്ടൽ എത്ര ജന്തർ മന്ദിർ ഉണ്ട്? ജന്തർ മന്ദിർ ഉള്ള പ്ലേസ് ഏതാണ്, ഇല്ലാത്ത പ്ലേസ് ഏതാണ്? അതുപോലെ തന്നെ യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിലോട്ട് ആഡ് ചെയ്തത് ഏത് പ്ലേസിലുള്ള ജന്തർ മന്ദിർ ആണ്? ഇത്തരത്തിൽ പല രീതിയിൽ ഈ ഒരു ക്വസ്റ്റ്യനെ ബേസ് ചെയ്ത് എക്സാമിന് ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുണ്ട്. സോ അതെല്ലാം നമ്മൾ പഠിക്കാനായിട്ട് പോവാണ്, ശ്രദ്ധിച്ചിരുന്നു. ഓക്കെ, അപ്പോ ഇവിടെ പറയുന്നു ജന്തർ മന്ദിർ ബിൽറ്റ് ചെയ്ത ആരാണെന്ന് പറയുന്നു. മഹാരാജ ജയ്സിംഗ് സെക്കൻഡ് ആണെന്ന് പറയുന്നു. ഓക്കെ, അപ്പൊ അത് പഠിച്ചോളുക. ജന്തർ മന്ദിർ ബിൽറ്റ് ചെയ്ത ആരാണ്? ജയ്സിംഗ് ആണ്. പിന്നീട് എക്സാമിന് ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുള്ളത് ഇന്ത്യയിൽ ടോട്ടൽ എത്ര ജന്തർ മന്ദിർ ഉണ്ടെന്ന് ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, ഇന്ത്യയിൽ ടോട്ടൽ എത്ര ജന്തർ മന്ദിർ ആണ് ഉള്ളതെന്ന് ചോദിച്ചാൽ അതിന് ആൻസർ 5 ജന്തർ മന്ദിർ ആണ്. ഓക്കെ, ഇന്ത്യയിൽ ടോട്ടൽ എത്ര ജന്തർ മന്ദിർ ആണുള്ളത്? 5 ജന്തർ മന്ദിർ ആണുള്ളത്. ഈ ജന്തർ മന്ദിർ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് അസ്ട്രോണോമിക്കൽ ഒബ്സർവേറ്ററി ആണ് കേട്ടോ. ഓക്കെ, ജന്തർ മന്ദിർ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് അസ്ട്രോണോമിക്കൽ ഒബ്സർവേറ്ററി ആണ്. ഓക്കെ, അപ്പൊ ജന്തർ മന്ദിർ എന്ന് പറഞ്ഞാൽ എന്താണത്? അസ്ട്രോണോമിക്കൽ ഒബ്സർവേറ്ററി ആണ് ജന്തർ മന്ദിർ എന്ന് പറയുന്നത്. ഇന്ത്യയിൽ ടോട്ടൽ എത്ര ജന്തർ മന്ദിർ ആണുള്ളത്? 5 ജന്തർ മന്ദിർ. ഈ ജന്തർ മന്ദിർ ബിൽറ്റ് ചെയ്യുന്ന ആരാണ്? ജയ്സിംഗ് സെക്കൻഡ് ആണ്. ഇനി ഏതൊക്കെ പ്ലേസിലാണ് ഇന്ത്യയിൽ ടോട്ടൽ 5 ജന്തർ മന്ദിർ ഉണ്ടെന്ന് പറഞ്ഞല്ലോ, അത് ഏതൊക്കെ പ്ലേസിലാണ് നമ്മൾ പഠിച്ചു വെക്കണം. കാരണം ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ആ 5 പ്ലേസസും പ്രോപ്പർലി അറിഞ്ഞാൽ മാത്രമേ ഇതുപോലെ തന്നെ ക്വസ്റ്റ്യൻ വന്നാല് അല്ലെങ്കിൽ 4 ഓപ്ഷൻസ് എന്നിട്ട് ഇതിൽ ജന്തർ മന്ദിർ ഉള്ള പ്ലേസ് ചെയ്ത് അല്ലെങ്കിൽ ജന്തർ മന്ദിർ ലൊക്കേറ്റ് ചെയ്യാത്ത പ്ലേസ് ചെയ്ത് അപ്പൊ ഇങ്ങനെ ക്വസ്റ്റ്യൻ നമുക്ക് ആൻസർ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇന്ത്യയിലുള്ള ഈ 5 ജന്തർ മന്ദിറും എവിടെയൊക്കെയാണ് നമ്മൾ പഠിച്ചു വെക്കണം, വേണമല്ലോ. അപ്പോ ഇന്ത്യയിലെ ജന്തർ മന്ദിർ ഉള്ള 5 പ്ലേസസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നെന്ന് പറയുന്നത് ഡൽഹി, 2 എന്ന് പറയുന്നത് ജയ്പൂർ, 3 എന്ന് പറയുന്നത് ഉജ്ജയിൻ. ഓക്കെ, ഉജ്ജയിൻ. 4 എന്ന് പറയുന്നത് മധുര, അടുത്തെന്ന് പറയുന്നത് വാരണാസി. ഓക്കെ, അപ്പോ ഡൽഹി, ജയ്പൂർ, ഉജ്ജയിൻ, മധുര, വാരണാസി ഈ 5 പ്ലേസസിലായിട്ടാണ് ജന്തർ മന്ദിർ ലൊക്കേറ്റ് ചെയ്യുന്നത്. എവിടേക്കാണ്? ഡൽഹി, ജയ്പൂർ, ഉജ്ജയിൻ, മധുര, വാരണാസി. ടോട്ടലി 5 പ്ലേസസിലായിട്ടാണ് ജന്തർ മന്ദിർ ലൊക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ജന്തർ മന്ദിർ ജയ്സിംഗ് ആണ് ബിൽറ്റ് ചെയ്യുന്നത്. ഇന്ത്യയിൽ ടോട്ടൽ എത്ര ജന്തർ മന്ദിർ ഉണ്ട്? 5 ജന്തർ മന്ദിർ ഉണ്ട്. ജന്തർ മന്ദിർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് അസ്ട്രോണോമിക്കൽ ഒബ്സർവേറ്ററി ആണ്. 5 ജന്തർ മന്ദിർ പ്ലേസ് പഠിച്ചു വെച്ചോണേ: ഡൽഹി, ജയ്പൂർ, ഉജ്ജയിൻ, മധുര, വാരണാസി. ഓക്കെ, ഇനി ഞാൻ പറഞ്ഞു യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിലോട്ട് ആഡ് ചെയ്തിട്ടുള്ള ജന്തർ മന്ദിർ ഏത് പ്ലേസിലാണെന്ന് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഫ്യൂച്ചറിലേക്ക് പ്രൊട്ടക്ട് ചെയ്യപ്പെടേണ്ട പ്ലേസസ് അല്ലെങ്കിൽ മോണുമെന്റ്സിനെയാണ് ഈ യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിലോട്ട് ആഡ് ചെയ്യുന്നത്. അത് പ്രീവിയസ് ഇയർ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു തന്നിട്ടുള്ളതാണ്. അപ്പൊ അത്തരത്തിൽ നോക്കുവാണെങ്കിൽ ഈ 5 ജന്തർ മന്ദിറിൽ ഏത് പ്ലേസിലുള്ള ജന്തർ മന്ദിറിനെയാണ് യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിലോട്ട് ആഡ് ചെയ്തിട്ടുള്ളത്? വളരെ സിമ്പിൾ ആയിട്ട് ഓർത്തിരിക്കാൻ പറ്റും. ജന്തർ മന്ദിറിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് ജെ ലെറ്ററിലല്ലേ, അത് ബിൽറ്റ് ചെയ്യുന്ന ആളും ജയ്സിംഗ് അല്ലേ. സോ ജയ്പൂരിലുള്ള ജന്തർ മന്ദിർ ഒരുമിച്ച് ഓർത്തൂടെ. ജയ്പൂരിലുള്ള ജന്തർ മന്ദിറിനെയാണ് എന്തിലോട്ട് ആഡ് ചെയ്യുന്നത്? യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിലോട്ട് ആഡ് ചെയ്യുന്നത്. ഓക്കെ, യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിലോട്ട് ആഡ് ചെയ്യുന്ന ജന്തർ മന്ദിർ ഏത് പ്ലേസിലാണെന്ന് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഏത് പ്ലേസിലാണ്? യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിലുള്ള ജന്തർ മന്ദിർ ജയ്പൂരിലാണ്. ജയ്പൂർ എവിടെയാ? അത് രാജസ്ഥാനിലാണ്. ഓക്കെ, അപ്പൊ രാജസ്ഥാനിലെ ജയ്പൂരിലുള്ള ജന്തർ മന്ദിറിനെയാണ് യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിലോട്ട് ആഡ് ചെയ്തിരിക്കുന്നതെന്ന് ഓർക്കുക.
ഓക്കെ, അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളെ ഫൈനലി ഒന്നുകൂടി കൺസോൾട്ടേറ്റ് ചെയ്ത് പറഞ്ഞുതരാം. അത്തവണോട് പറയുമ്പോൾ നിങ്ങൾക്ക് പ്രോപ്പർലി സെറ്റ് ആയിട്ടുണ്ടാവണം. ഓക്കെ, അപ്പൊ ജന്തർ മന്ദിർ, ഇന്ത്യയിൽ ടോട്ടൽ എത്ര ജന്തർ മന്ദിർ ഉണ്ടെന്ന് വെച്ചാൽ അതിന് ആൻസർ 5 ജന്തർ മന്ദിർ. ജന്തർ മന്ദിർ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ആസ്ട്രോണോമിക്കൽ ഒബ്സർവേറ്ററി ആണ് അല്ലെ. ഇനി ടോട്ടൽ 5 ജന്തർ മന്ദിർ ആണെന്ന് പറഞ്ഞു. ഈ ജന്തർ മന്ദിർ ഒക്കെ ബിൽഡ് ചെയ്ത ആരാണ്? അത് ജയ്സിംഗ് സെക്കൻഡ് ആണ്. ആരാണ്? ജയ്സിംഗ് സെക്കൻഡ്. അപ്പൊ 5 ജന്തർ മന്ദിർ ആണ്. ആ 5 ജന്തർ മന്ദിർ എവിടെയൊക്കെയാ? ഡൽഹിയില്, ജയ്പൂരില്, ഉജ്ജയിനില്, മധുരയില്, വാരണാസിയില്. ഓക്കെ, ഇനി യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിൽ ആഡ് ചെയ്തിട്ടുള്ള ജന്തർ മന്ദിർ. ഓക്കെ, യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിൽ ആഡ് ചെയ്തിട്ടുള്ള ജന്തർ മന്ദിർ അത് എവിടെയുള്ള ജന്തർ മന്ദിർ ആണ്? അത് ജയ്പൂരിലുള്ള ജന്തർ മന്ദിർ ആണ്. ഓക്കെ, യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിൽ ആഡ് ചെയ്ത ജന്തർ മന്ദിർ എവിടെയുള്ള ജന്തർ മന്ദിർ ആണ്? ജയ്പൂരിലുള്ള ജന്തർ മന്ദിർ ആണ്. ഈ ജന്തർ മന്ദിറിനെ യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിലോട്ട് ആഡ് ചെയ്യുന്ന വർഷം ക്വസ്റ്റ്യൻ ആയിട്ട് വരും. അതെന്താണ്? 2010 ഓക്കെ, ജന്തർ മന്ദിറിനെ യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിലോട്ട് ആഡ് ചെയ്യുന്ന വർഷം എന്താണ്? അത് 2010 ഓർക്കുക. ഓക്കെ, ജന്തർ മന്ദിറിനെ യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിലോട്ട് ആഡ് ചെയ്യുന്ന വർഷം എന്താണ്? 2010 ഇത്രയും കാര്യങ്ങളൊക്കെ ആണല്ലോ. ഓക്കെ, അപ്പോ ടോട്ടൽ 5 ജന്തർ മന്ദിർ. ജന്തർ മന്ദിർ ബിൽഡ് ചെയ്യുന്ന ആരാണ്? ജയ്സിംഗ് സെക്കൻഡ് ആണ്. ജന്തർ മന്ദിർ എന്ന് പറഞ്ഞാൽ ആസ്ട്രോണോമിക്കൽ ഒബ്സർവേറ്ററി ആണ്. 5 പ്ലേസസില് ഡൽഹി, ജയ്പൂർ, ഉജ്ജയിൻ, മധുര, വാരണാസി. ഇതില് യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിലോട്ട് ആഡ് ചെയ്തിട്ടുള്ള ജന്തർ മന്ദിർ ജയ്പൂരിലുള്ള ജന്തർ മന്ദിർ ആണ്. അപ്പോ ആ ജന്തർ മന്ദിറിനെ യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിലോട്ട് ആഡ് ചെയ്യുന്ന വർഷം അത് 2010 ഈ 2010 റിലേറ്റ് ചെയ്ത് എക്സാമിന് 2 ഫാക്ടുകൾ ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു മുന്നത്തെ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളതാണ്. ഒന്നുകൂടെ റിവൈസ് ചെയ്യാൻ വേണ്ടി പറഞ്ഞുതരാം. റുപ്പേ എന്ന് പറയുന്ന സിമ്പലിനെ, ഓക്കെ, റുപ്പേ എന്ന് പറയുന്ന സിമ്പലിനെ അഡോപ്റ്റ് ചെയ്ത വർഷം, അതുപോലെ തന്നെ നാഷണൽ ഗ്രീൻ ട്രൈബ്യൂണൽ ഫോം ചെയ്യുന്ന വർഷം. ഓക്കെ, നാഷണൽ ഗ്രീൻ ട്രൈബ്യൂണൽ ഫോം ചെയ്യുന്ന വർഷം, നാഷണൽ ഗ്രീൻ ട്രൈബ്യൂണൽ ഫോം ചെയ്യുന്ന വർഷം, റുപ്പേ എന്ന് പറയുന്ന സിമ്പലിനെ അഡോപ്റ്റ് ചെയ്യുന്ന വർഷം, രണ്ടും എന്നാണ്? 2010 ഓക്കെ ആണല്ലോ. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിരുന്നു ബുക്സ് ആൻഡ് ഓതേഴ്സ് പറയുന്ന ടോപ്പിക് ഇമ്പോർട്ടന്റ് ആണെന്ന് പറഞ്ഞിരുന്നു. അപ്പൊ ഇവിടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഹു റോട്ട് ദ ബുക്ക് വൈ ഐ ആം ഹിന്ദു? ഓക്കെ, 2021 തന്നെ 2 തവണ റിപ്പീറ്റ് ചെയ്തു. അപ്പൊ വൈ ഐ ആം ഹിന്ദു എന്നുള്ള ബുക്ക് ആരുടെയാണ്? വൈ ഐ ആം ഹിന്ദു എന്നുള്ള ബുക്ക് ശശി തരൂരിന്റെ ബുക്കാണ്. ഓക്കെ, വൈ ഐ ആം ഹിന്ദു എന്നുള്ള ബുക്ക് ആരുടെയാണ്? ശശി തരൂരിന്റെ ബുക്കാണ്. ഓക്കെ, അപ്പൊ ശശി തരൂരിന്റെ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ചോദിച്ചിട്ടുള്ള കുറച്ച് ബുക്കുകൾ പറഞ്ഞുതരാം. ഓക്കെ, ഒന്ന് സ്കിപ്പ് ചെയ്യല്ലേ, പഠിച്ചോണം. ബിക്കോസ് പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുള്ളത് തന്നെയാണ് പറഞ്ഞു തരുന്നത്. ഓക്കെ, അപ്പോ ദ പാരഡോക്സിക്കൽ പ്രൈം മിനിസ്റ്റർ. ഓക്കെ, ദ പാരഡോക്സിക്കൽ പ്രൈം മിനിസ്റ്റർ എന്ന് പറയുന്ന ബുക്ക്, അതുപോലെ തന്നെ ദ ഗ്രേറ്റ് ഇന്ത്യൻ നോവൽ എന്ന് പറയുന്ന ബുക്ക്, ഇന്ത്യ ദ ഫ്യൂച്ചർ ഈസ് നൗ എന്ന് പറയുന്ന ബുക്ക്, ആൻ എറേ ഓഫ് ഡാർക്ക്നെസ്, ഇത് ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. ഓക്കെ, ആൻ എറേ ഓഫ് ഡാർക്ക്നെസ്, ആൻ എറേ ഓഫ് ഡാർക്ക്നെസ്, ബ്രിട്ടീഷ് എംപയർ ഇൻ ഇന്ത്യ, ആൻ എറേ ഓഫ് ഡാർക്ക്നെസ്, ബ്രിട്ടീഷ് എംപയർ ഇൻ ഇന്ത്യ. ദെൻ നമുക്കറിയാവുന്ന കേരള ഗോഡ്സ് ഓൺ കൺട്രി, കേരള ഗോഡ്സ് ഓൺ കൺട്രി എന്ന് പറയുന്ന ബുക്ക്. ഇതെല്ലാം എഴുതിയതാരാണ്? ശശി തരൂറാണ്. ഓക്കെ, അപ്പൊ എക്സാം പോയിന്റ് ഓഫ് വ്യൂല് ഈ 6 ബുക്കുകളുടെ പേര് പഠിക്കണം. ഏതൊക്കെയാണ്? വൈ ഐ ആം ഹിന്ദു എന്ന് പറയുന്ന ബുക്ക്, കേരള ഗോഡ്സ് ഓൺ കൺട്രി എന്ന് പറയുന്ന ബുക്ക്, ദ പാരഡോക്സിക്കൽ പ്രൈം മിനിസ്റ്റർ, ദ ഗ്രേറ്റ് ഇന്ത്യൻ നോവൽ, ഇന്ത്യ ദ ഫ്യൂച്ചർ ഈസ് നൗ, ആൻ എറേ ഓഫ് ഡാർക്ക്നെസ്, ബ്രിട്ടീഷ് എംപയർ ഇൻ ഇന്ത്യ. ഇതെല്ലാം ആരുടേതാണ്? ശശി തരൂർ. ഒറ്റ തവണയോട് ഞാൻ പറഞ്ഞുതരാം. വൈ ഐ ആം ഹിന്ദു എന്ന് പറയുന്ന ബുക്ക്, കേരള ഗോഡ്സ് ഓൺ കൺട്രി എന്ന് പറയുന്ന ബുക്ക്, ദ പാരഡോക്സിക്കൽ പ്രൈം മിനിസ്റ്റർ എന്ന് പറയുന്ന ബുക്ക്, ദ ഗ്രേറ്റ് ഇന്ത്യൻ നോവൽ എന്ന് പറയുന്ന ബുക്ക്, ഇന്ത്യ ദ ഫ്യൂച്ചർ ഈസ് നൗ എന്ന് പറയുന്ന ബുക്ക്, ആൻ എറേ ഓഫ് ഡാർക്ക്നെസ്, ബ്രിട്ടീഷ് എംപയർ ഇൻ ഇന്ത്യ എന്ന് പറയുന്ന ബുക്ക്. ഇതെല്ലാം ആരുടേതാണ്? ഇതെല്ലാം ശശി തരൂറിൻ്റെതാണ്. ഓക്കെ ആണല്ലോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കേ.
നല്ലൊരു ക്വസ്റ്റ്യൻ ആണ് ഇത്. ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് കുറച്ച് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. ഓക്കെ, അപ്പൊ ഞാൻ വീണ്ടും പറയുന്നു, നമുക്ക് എത്ര ടൈമാണോ നമ്മുടെ ക്ലാസിന്റെ ഡ്യൂറേഷൻ വരുന്നത്, ആ ഒരു ടൈം പീരീഡിൽ തന്നെ ക്ലാസ് കേൾക്കുന്നതിനോടൊപ്പം നോട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നോട്ട് ചെയ്യാം, ഇല്ലെങ്കിൽ ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാം. അപ്പൊ ഞാൻ പറയുന്നതിന് കൂടെ തന്നെ മാക്സിമം എന്ത് ചെയ്യാ, പഠിച്ചു പോകാനായിട്ട് ശ്രമിക്കുക. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയുന്നത്. എന്തായാലും നമ്മൾ ആ ഒരു ടൈം സ്പെൻഡ് ചെയ്ത് പഠിക്കുവാണല്ലോ, സോ ആ ഒരു ടൈം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എഫക്റ്റീവ് ആയിട്ട് യൂസ് ചെയ്യണം. ഓക്കെ, അതുകൊണ്ടാണ് റിപ്പീറ്റ് ചെയ്ത് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ വിച്ച് ഇയർ ദ കൺസ്ട്രക്ഷൻ ഓഫ് ജമാ മസ്ജിദ് ഓഫ് ഡൽഹി കംപ്ലീറ്റഡ്? അപ്പൊ ജമാ മസ്ജിദ് എവിടെയാ? ഡൽഹിയിൽ അല്ലേ? സോ അത് നോട്ട് ചെയ്ത് വെക്കണേ. ജമാ മസ്ജിദ് എവിടെയാണ്? ഡൽഹിയിൽ. അപ്പോൾ ഡൽഹിയിലുള്ള ജമാ മസ്ജിദ് ഇതിന്റെ കൺസ്ട്രക്ഷൻ കംപ്ലീറ്റ് ചെയ്ത വർഷം എന്നാണ്? ഏകദേശം 1650 കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. കൺസ്ട്രക്ഷൻ കംപ്ലീറ്റ് ആയ വർഷം അത് 1656 ഇനിയും ക്വസ്റ്റ്യൻ വരുവേ, ഡൽഹിയിലുള്ള ജമാ മസ്ജിദിന്റെ കൺസ്ട്രക്ഷൻ കംപ്ലീറ്റ് ചെയ്ത വർഷം എന്നാണ്? അത് 1656 ഓക്കെ, ഡൽഹിയിലുള്ള ജമാ മസ്ജിദിന്റെ കൺസ്ട്രക്ഷൻ കംപ്ലീറ്റ് ചെയ്ത വർഷം എന്നാണ്? അത് 1656 ഓക്കെ. ഈ ജമാ മസ്ജിദ് ഡൽഹിയിലാണെന്ന് പറഞ്ഞല്ലോ. ഈ ഡൽഹിയിലുള്ള ജമാ മസ്ജിദ് ബിൽഡ് ചെയ്ത ആരാണെന്നായിരിക്കും ഒരു പക്ഷേ അടുത്ത തവണ ക്വസ്റ്റ്യൻ ആയിട്ട് വരിക. ഈ ഡൽഹിയിലുള്ള ജമാ മസ്ജിദ് ബിൽഡ് ചെയ്ത ആരാണ്? അത് ഷാജഹാൻ ആണ്. ആരാണ്? ഷാജഹാൻ ആണ്. ഡൽഹിയിലുള്ള ജമാ മസ്ജിദ് ബിൽഡ് ചെയ്ത ആരാണ്? ഷാജഹാൻ ആണ്. അങ്ങനെയാണെങ്കിൽ കുറച്ച് മോണുമെന്റ്സ് ഞാൻ പറഞ്ഞുതരാം, നോട്ട് ചെയ്തോണേ. റെഡ് ഫോർട്ട് ഡൽഹിയിൽ ബിൽഡ് ചെയ്തു ആരാണ്? ഷാജഹാൻ ആണ്. ഓക്കെ, റെഡ് ഫോർട്ട് ഡൽഹിയിൽ ബിൽഡ് ചെയ്തു ആരാണ്? ഷാജഹാൻ ആണ്. അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് മോത്തി മസ്ജിദ്. ഓക്കെ, മോത്തി മസ്ജിദ്, ഈ മോത്തി മസ്ജിദ് ആഗ്രയിൽ ബിൽഡ് ചെയ്തു ആരാണ്? അത് ഷാജഹാൻ ആണ്. ഓക്കെ, അപ്പൊ റെഡ് ഫോർട്ട് ഡൽഹിയിൽ ബിൽഡ് ചെയ്തു ഷാജഹാൻ, മോത്തി മസ്ജിദ് ആഗ്രയിൽ ബിൽഡ് ചെയ്തു ഷാജഹാൻ ആണ്. അതുപോലെ തന്നെ എക്സാമിന് ഓർത്തിരിക്കേണ്ടത് നിങ്ങൾക്കറിയാം താജ്മഹൽ അല്ലെ? താജ്മഹൽ എവിടെയാണ്? ആഗ്രയിൽ. താജ്മഹൽ ആഗ്രയിൽ ബിൽഡ് ചെയ്തു ആരാണ്? ഷാജഹാൻ ആണ്. ഇനി ഓർത്തിരിക്കേണ്ട അടുത്തൊരു പോയിന്റ് എന്ന് പറയുന്നത് ഷാലിമാർ ഗാർഡൻ. ഓക്കെ, ഷാലിമാർ ഗാർഡൻ ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുണ്ട്. ഈ ക്വസ്റ്റ്യൻ ഇനി ആഡ് ചെയ്തിട്ടുണ്ട്, ഇതിൽ ഇന്ന് തന്നെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഷാലിമാർ ഗാർഡൻ. ഓക്കെ, അപ്പൊ ഈ ഷാലിമാർ ഗാർഡൻ ലാഹോറിൽ ബിൽഡ് ചെയ്തു ആര്? ഷാജഹാൻ. ഓക്കെ, ഇതിൽ ട്വിസ്റ്റഡ് ആയിട്ട് രണ്ട് കാര്യങ്ങൾ പറയാനുണ്ട്. ഇപ്പൊ ഇങ്ങനെ ഓർക്ക്, ജമാ മസ്ജിദ് ഡൽഹിയിൽ ബിൽഡ് ചെയ്തു ഷാജഹാൻ, റെഡ് ഫോർട്ട് ഡൽഹിയിലാണെങ്കിൽ ഷാജഹാൻ ആണ്, മോത്തി മസ്ജിദ് ആഗ്രയിലാണെങ്കിൽ ഷാജഹാൻ, താജ്മഹൽ ആഗ്രയിൽ ഷാജഹാൻ, ഷാലിമാർ ഗാർഡൻ ലാഹോറിൽ ഷാജഹാൻ. പ്ലേസ് എടുത്ത് എന്തുകൊണ്ട് പറഞ്ഞു എന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പൊ ആദ്യം ഇത് പഠിക്കുക. റെഡ് ഫോർട്ട് ഡൽഹിയിലാണെങ്കിൽ ഷാജഹാൻ ആണ്, മോത്തി മസ്ജിദ് ആഗ്രയിൽ, താജ്മഹലിലൂടെ മോത്തി മസ്ജിദ് ഓർത്തിരുന്നു. അപ്പൊ താജ്മഹലും മോത്തി മസ്ജിദും ആഗ്രയിൽ രണ്ടും ബിൽഡ് ചെയ്ത ആരാണ്? ഷാജഹാൻ ആണ്. ഷാലിമാർ ഗാർഡൻ ലാഹോർ ബിൽഡ് ചെയ്തു ആര് തന്നെയാണ്? ഷാജഹാൻ തന്നെയാണ്. ഇനിയാണ് എക്സാമിന് ട്വിസ്റ്റ് ആയിട്ട് ചോദിച്ച് നമുക്ക് കൺഫ്യൂഷൻ വന്ന് തെറ്റ് പറ്റാനുള്ള പ്രോബിലിറ്റി കൂടുതൽ ഇനിയാണ്. റെഡ് ഫോർട്ട് ഡൽഹിയിൽ ബിൽഡ് ചെയ്ത ആരാണ്? ഷാജഹാൻ. ക്വസ്റ്റ്യൻ വരും, ഈ റെഡ് ഫോർട്ട് ആഗ്രയിൽ ബിൽഡ് ചെയ്ത ആരാണെന്ന്. റെഡ് ഫോർട്ട് ആഗ്രയിൽ ബിൽഡ് ചെയ്തു, അല്ലെങ്കിൽ ആഗ്ര ഫോർട്ട് ബിൽഡ് ചെയ്ത ആരാണ്? അതിന് ആൻസർ അക്ബർ ആണ് കേട്ടോ. റെഡ് ഫോർട്ട് ആഗ്രയിൽ ബിൽഡ് ചെയ്തു, അല്ലെങ്കിൽ ആഗ്ര ഫോർട്ട് ബിൽഡ് ചെയ്ത ആരാണ്? അത് അക്ബർ ആണ്. ഓക്കെ, മോത്തി മസ്ജിദ് ആഗ്രയിൽ ആര് ബിൽഡ് ചെയ്തു? ഷാജഹാൻ ബിൽഡ് ചെയ്തു. നമ്മൾ പഠിച്ചു. ഈ മോത്തി മസ്ജിദ് എവിടെയുണ്ടെന്ന് അറിയാമോ? ഈ മോത്തി മസ്ജിദ് ഡൽഹിയിലും ഉണ്ട്. ഡൽഹിയിലുള്ള മോത്തി മസ്ജിദ് ബിൽഡ് ചെയ്ത ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ആൻസർ ഔറംഗസീബാണ്. ഓക്കെ, ഡൽഹിയിലുള്ള മോത്തി മസ്ജിദ് ബിൽഡ് ചെയ്ത ആരാണ്? അത് ഔറംഗസീബാണ്. ഓക്കെ, അപ്പൊ താജ്മഹൽ ആഗ്രയിൽ ബിൽഡ് ചെയ്ത് ഷാജഹാൻ. അവിടെ കണക്റ്റഡ് ഒന്നും ഓർത്തിരിക്കാനില്ല. ബട്ട് ഇത് ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുണ്ട്. ഷാലിമാർ ഗാർഡൻ ലാഹോറിലാണെങ്കിൽ ഷാജഹാൻ ആണ്. ഷാലിമാർ ഗാർഡൻ കാശ്മീരിലുണ്ട്. ഓക്കെ, ഷാലിമാർ ഗാർഡൻ കാശ്മീരിൽ ബിൽഡ് ചെയ്യുന്നത് അത് ജഹാംഗീർ ആണ്. കേട്ടോ, ആരാണ്? ജഹാംഗീർ. കൺഫ്യൂസ്ഡ് ഫാക്ട് ആണെന്നറിയാം, പക്ഷെ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. വളരെ ശ്രദ്ധിച്ച് പ്ലേസ് നോക്കിയിട്ട് മാത്രമേ ആൻസർ എഴുതാനായിട്ട് പാടുള്ളൂ.
കാരണം റെഡ് ഫോർട്ട് തന്നെ ഡൽഹിയിലും ഉണ്ട് ആഗ്രയിലും ഉണ്ട്. രണ്ട് സ്ഥലങ്ങളിലും ബിൽഡ് ചെയ്തത് 2 പേരാണ്. സോ പ്രോപ്പർ ആയിട്ട് ആൻസർ വായിച്ചിട്ട് പ്രോപ്പർ പ്ലേസ് എവിടെയാണെന്ന് വായിച്ചിട്ട് ആൻസർ ചെയ്യാവൂ. കാരണം ഇത്തരത്തിൽ അവർ ക്വസ്റ്റ്യൻ ഇടുമ്പോൾ ഈ 2 പേര് ഓപ്ഷനിൽ ഉണ്ടാവും. സോ നമുക്ക് കൺഫ്യൂഷൻ ആയിട്ട് തെറ്റാനുള്ള പ്രോബബിലിറ്റി ഇവിടെ കൂടുതലാണ്. നമുക്ക് അങ്ങനെ തെറ്റ് പറ്റാനായിട്ട് പാടില്ല. എങ്ങനെ ചോദിച്ചാലും നമുക്ക് ആൻസർ ചെയ്യണം. ഓക്കെ, അപ്പം ജമാ മസ്ജിദ് ഡൽഹിയില് ബിൽഡ് ചെയ്യുന്നത് ഷാജഹാൻ ആണ്. അതിന്റെ കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് 1650-ലും എൻഡ് ചെയ്യുന്നത് 1656-ലുമാണ്. റെഡ് ഫോർട്ട് ഡൽഹിയിലും ഉണ്ട് ആഗ്രയിലും ഉണ്ട്. റെഡ് ഫോർട്ട് ഡൽഹിയിലാണെങ്കിൽ ഷാജഹാനും, റെഡ് ഫോർട്ട് ആഗ്രയിലാണെങ്കിൽ ആരുമാണ്? അക്ബറുമാണ് ബിൽഡ് ചെയ്യുന്നത്. മോത്തി മസ്ജിദ് ആഗ്രയിലും ഉണ്ട് ഡൽഹിയിലും ഉണ്ട്. മോത്തി മസ്ജിദ് ആഗ്രയിൽ ബിൽഡ് ചെയ്യുന്ന ആരാണ്? ഷാജഹാൻ ആണ്. മോത്തി മസ്ജിദ് ഡൽഹിയിൽ ബിൽഡ് ചെയ്യുന്ന ആരാണ്? ഔറംഗസീബുമാണ്. താജ്മഹൽ ആഗ്രയിൽ ബിൽഡ് ചെയ്യുന്ന ആരാണ്? ഷാജഹാൻ ആണ്. ഷാലിമാർ ഗാർഡൻ അല്ലെ, ഷാലിമാർ ഗാർഡൻ ലാഹോർ ബിൽഡ് ചെയ്യുന്ന ആരാണ്? ഷാജഹാൻ ആണ്. ഷാലിമാർ ഗാർഡൻ കാശ്മീരിൽ ബിൽഡ് ചെയ്ത ആരാണ്? ജഹാംഗീർ ആണ്. ഓക്കെ, അപ്പൊ റെഡ് ഫോർട്ട് ആഗ്രയിലെ അക്ബർ, മോത്തി മസ്ജിദ് ഡൽഹിയിലെ ഔറംഗസീബ്, ഷാലിമാർ ഗാർഡൻ കാശ്മീരിലാണെങ്കിൽ ജഹാംഗീറും ആണ്. ഓക്കെ ആണല്ലോ. അപ്പൊ നോട്ട് ചെയ്ത് പഠിച്ചോണേ. ക്വസ്റ്റ്യൻ വരും. ക്വസ്റ്റ്യൻ വരുമ്പോ നന്നായിട്ട് വായിച്ചിട്ട് മാത്രം എന്ത് ചെയ്യുക? ആൻസർ എഴുതുക. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, ഗോൾ ഗുംബസ് ഈസ് സിറ്റുവേറ്റഡ് ഇൻ വിച്ച് സ്റ്റേറ്റ്? അപ്പൊ ഗോൾ ഗുംബസ് ലൊക്കേറ്റ് ചെയ്യുന്നത് എവിടെയാണ്? ഗോൾ ഗുംബസ് ലൊക്കേറ്റ് ചെയ്യുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ അതിന് ആൻസർ കർണാടകയിലാണ്. ഓക്കെ, ഗോൾ ഗുംബസ് ലൊക്കേറ്റ് ചെയ്യുന്നത് എവിടെയാണ്? കർണാടകയിൽ. ഗോൾ ഗുംബസ് ലൊക്കേറ്റ് ചെയ്യുന്നത് കർണാടകയിൽ എവിടെയാണെന്നും ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. കർണാടകയിൽ എവിടെയാണ്? ബീജാപൂരിലാണ്. ഓക്കെ, അപ്പൊ ഗോൾ ഗുംബസ് ലൊക്കേറ്റ് ചെയ്യുന്നത് എവിടെയാണ്? കർണാടകയിൽ. കർണാടകയിൽ എവിടെയാണെന്ന് ചോദിച്ചാൽ അതിന് ആൻസറോ ബീജാപൂരിലാണ്. ഓക്കെ, അപ്പൊ ഗോൾ ഗുംബസ് ലൊക്കേറ്റ് ചെയ്യുന്നത് എവിടെയാണ്? കർണാടക. കർണാടകയിൽ എവിടെയാണെന്ന് ചോദിച്ചാൽ അതിന് ആൻസർ ബീജാപൂരിലാണ്. ഓക്കെ ആണോ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇങ്ങനെയാണ്, പഞ്ച്മഹൽ ബിൽറ്റ് ബൈ അക്ബർ ഈസ് ലൊക്കേറ്റഡ്. അപ്പൊ ക്വസ്റ്റ്യനകത്തുള്ള ഫാക്ട് പഠിച്ചോണേ. പഞ്ച്മഹൽ ബിൽറ്റ് ചെയ്യുന്ന ആരാണ്? അക്ബർ ആണ്. പഞ്ച്മഹൽ ബിൽറ്റ് ചെയ്യുന്ന ആരാണ്? അക്ബർ ആണ്. 5 ലെവൽ പാലസ് പഞ്ച്മഹൽ. ഓക്കെ, അപ്പൊ അക്ബർ ബിൽറ്റ് ചെയ്യുന്നതാണ് ആഗ്ര ഫോർട്ട് അല്ലെങ്കിൽ റെഡ് ഫോർട്ട് അറ്റ് ആഗ്ര. കഴിഞ്ഞ സ്ലൈഡിൽ പഠിച്ചു. ലാഹോർ ഫോർട്ട്. ഓക്കെ, ആഗ്ര ഫോർട്ട്, ലാഹോർ ഫോർട്ട്, അതുപോലെ തന്നെ ഫത്തേപൂർ സിക്രി, ഇബാദത്ത് ഖാന, ഇതെല്ലാം പഠിച്ചോണേ. ആഗ്ര ഫോർട്ട്, ലാഹോർ ഫോർട്ട്, ഫത്തേപൂർ സിക്രി, ഇബാദത്ത് ഖാന. ഓക്കെ, കാരണം നമുക്ക് GK-യിലെ മാക്സിമം മാർക്ക് സ്കോർ ചെയ്യുന്നതാണ് നമ്മുടെ എയിം. ഓക്കെ, കാരണം നമ്മുടെ എക്സാമിന് 40 ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് GK ആണ്. അതിൽ നമുക്ക് മാക്സിമം മാർക്ക് സ്കോർ ചെയ്യണം. മാത്സ് റീസണിംഗ് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് സെറ്റ് ചെയ്യും. പക്ഷെ GK നമുക്ക് മാക്സിമം മാർക്ക് വാങ്ങിക്കാൻ പറ്റണം. ഓക്കെ, അപ്പൊ ആ മാക്സിമം മാർക്ക് നമുക്ക് വാങ്ങിക്കാൻ പറ്റണമെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ എല്ലാ കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യണം? പഠിച്ചു വെക്കണം. ഓക്കെ, അപ്പൊ ആഗ്ര ഫോർട്ട്, ലാഹോർ ഫോർട്ട്, ഫത്തേപൂർ സിക്രി, ഇബാദത്ത് ഖാന, ബുലന്ദ ദർവാസ. ഓക്കെ, ബുലന്ദ ദർവാസ ഇതിനെയൊക്കെ ബേസ് ചെയ്ത് ഈ സ്ലൈഡിൽ തന്നെ ഈ ഒരു ക്ലാസ്സിൽ തന്നെ ക്വസ്റ്റ്യൻസ് പറയുന്നുണ്ട്. ഓക്കെ, ബുലന്ദ ദർവാസ, അതുപോലെ തന്നെ പഞ്ച്മഹൽ, അതുപോലെ തന്നെ പഞ്ച്മഹൽ. ഓക്കെ, അപ്പൊ ആഗ്ര ഫോർട്ട്, ലാഹോർ ഫോർട്ട്, ഫത്തേപൂർ സിക്രി, ഇബാദത്ത് ഖാന, ബുലന്ദ ദർവാസ, പഞ്ച്മഹൽ, ഇതെല്ലാം ബിൽറ്റ് ചെയ്യുന്ന ആരാണ്? അക്ബർ ആണ്. ഇതെല്ലാം എക്സാമിന് ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, ഇതെല്ലാം എക്സാമിന് ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുമുണ്ട്. അപ്പൊ ആഗ്ര ഫോർട്ട് അല്ലെങ്കിൽ റെഡ് ഫോർട്ട് അറ്റ് ആഗ്ര, ആഗ്ര ഫോർട്ട് അല്ലെങ്കിൽ എന്ത് പറയാം? റെഡ് ഫോർട്ട് അറ്റ് ആഗ്ര എന്ന് പറയാം അല്ലെ. എന്ത് പറയാം? റെഡ് ഫോർട്ട് അറ്റ് ആഗ്ര എന്ന് പറയാം. അപ്പൊ ആഗ്ര ഫോർട്ട്, ലാഹോർ ഫോർട്ട്, ഫത്തേപൂർ സിക്രി, ഇബാദത്ത് ഖാന, ബുലന്ദ ദർവാസ, പഞ്ച്മഹൽ. ഓക്കെ, ഇതെല്ലാം ബിൽറ്റ് ചെയ്യുന്ന ആരാണ്? ഇതെല്ലാം ബിൽറ്റ് ചെയ്യുന്നത് അക്ബർ ആണ്. ആരാണ്? അക്ബർ ആണ്. ഇനി പഞ്ച്മഹൽ ലൊക്കേറ്റ് ചെയ്യുന്നത് എവിടെയാണ്? ഫത്തേപൂർ സിക്രിയിലാണ്. ഫത്തേപൂർ സിക്രി എന്ന് പറയുന്നത് സിറ്റി ആണ് കേട്ടോ. ഓക്കെ, ഈ പഞ്ച്മഹൽ ബിൽറ്റ് ചെയ്യുന്നത് എവിടെയാണ്? പഞ്ച്മഹൽ ബിൽറ്റ് ചെയ്യുന്നത് അക്ബർ ആണ്. അത് ലൊക്കേറ്റ് ചെയ്യുന്നത് എവിടെയാണ്? ഫത്തേപൂർ സിക്രിയിലാണ്. ഈ ഫത്തേപൂർ സിക്രിയുടെ എൻട്രി ഗേറ്റ് ആണ് എന്ന് പറയുന്നത് ബുലന്ദ ദർവാസ എന്ന് പറയുന്നത്. ഓക്കെ,
ഇതാ ഇത് നമ്മൾ പറഞ്ഞു തന്നെയാണല്ലേ. ഇപ്പൊ നിങ്ങൾക്ക് ഇതിന് പ്രോപ്പർലി ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഇതാ നോക്കേ, ഷാലിമാർ ഗാർഡൻ ലൊക്കേറ്റഡ് ഇൻ ലാഹോർ ആൻഡ് കാശ്മീർ. അപ്പോ ഷാലിമാർ ഗാർഡൻസ് എവിടെയൊക്കെ ഉണ്ട്? അത് ലാഹോറിലും ഉണ്ട്, അത് കാശ്മീരിലും ഉണ്ട്. നമുക്ക് രണ്ടും ബിൽഡ് ചെയ്ത് ആരാണെന്ന് അറിയാം. ഷാലിമാർ ഗാർഡൻ ലാഹോറിലാണെങ്കിൽ അതാരാണ് ബിൽഡ് ചെയ്തത്? ഷാജഹാൻ ആണ് അല്ലെ. ഷാലിമാർ ഗാർഡൻ ലാഹോറിൽ നമ്മൾ പഠിച്ചതാണ്. ഷാലിമാർ ഗാർഡൻ ലാഹോർ ബിൽഡ് ചെയ്ത ആരാണ്? അത് ഷാജഹാൻ ആണ്. ഷാലിമാർ ഗാർഡൻ ഇനി കാശ്മീരിലാണെങ്കിലോ അത് ബിൽഡ് ചെയ്ത് ജഹാംഗീറുമാണ്. ഓക്കെ, അപ്പൊ ഷാലിമാർ ഗാർഡൻ ലാഹോറിലാണെങ്കിൽ ഷാജഹാനും, ഷാലിമാർ ഗാർഡൻ കാശ്മീരിലാണെങ്കിൽ അത് ആരുമാണ്? ജഹാംഗീറുമാണ് ബിൽഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഈ ലാഹോറിലെയും കാശ്മീരിലുള്ള ഷാലിമാർ ഗാർഡൻസ് ആരുടെ ആർക്കിടെക്ചർ ആണ്? മുഗൾസിന്റെ ആർക്കിടെക്ചർ ആണ്. കാരണം ഷാജഹാനും ജഹാംഗീറും ഒക്കെ ആരാണ്? മുഗൾസ് അല്ലേ. ഓക്കെ, മുഗൾ റൂളേഴ്സ് അല്ലേ ആണ്. ഓക്കെ, അപ്പൊ ഷാലിമാർ ഗാർഡൻ ലാഹോറിലാണെങ്കിൽ ഷാജഹാൻ, കാശ്മീരിലാണെങ്കിൽ ആരാണെന്ന് ഓർക്കുക? ജഹാംഗീർ ആണെന്ന് ഓർക്കുക. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ. ടു കോമമറേറ്റ് ഹിസ് വിക്ടറി ഓവർ ഗുജറാത്ത്, അക്ബർ ബിൽഡ് ഗേറ്റ് ഓഫ് മാഗ്നിഫിഷൻസ്, the highest gateway of India, ഫത്തേപൂർ സിക്രി. What is the another name of this gateway? അപ്പൊ ഗുജറാത്ത് വിക്ടറിയുമായിട്ട് റിലേറ്റ് ചെയ്ത് അല്ലേ, ഫത്തേപൂർ സിക്രി എന്ന് പറയുന്ന സിറ്റി, ഈ ഫത്തേപൂർ സിക്രി എന്ന് പറയുന്ന സിറ്റിയുടെ എൻട്രി ഗേറ്റ് ആണ് എന്തെന്ന് പറയുന്നത്? ഞാൻ തൊട്ടു മുന്നത്തെ സ്ലൈഡിൽ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. എന്താണ്? ബുലന്ദ് ദർവാസ എന്ന് പറയുന്നത്. ഫത്തേപൂർ സിക്രിയുടെ എൻട്രി ഗേറ്റ് ആണ് ഇത് ബുലന്ദ് ദർവാസ എന്ന് പറയുന്നത്. ഈ ബുലന്ദ് ദർവാസ ബിൽഡ് ചെയ്ത വർഷം ഓർത്തോളുക, അത് 1575 ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഈ ബുലന്ദ് ദർവാസ ഫത്തേപൂർ സിക്രി എന്ന് പറയുന്ന സിറ്റിയുടെ എൻട്രി ഗേറ്റ് ആണ് ബുലന്ദ് ദർവാസ. അലൈ ദർവാസ നമ്മൾ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു അല്ലെ. അലൈ ദർവാസ മുൻ ക്ലാസ്സിൽ പഠിച്ചല്ലേ, അലൈ ദർവാസ. ഓക്കെ, മുൻ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതാണ് അലൈ ദർവാസ. ഈ അലൈ ദർവാസ ബിൽഡ് ചെയ്ത് ആരാണെന്ന് നമ്മൾ പഠിച്ചു. അലൈ ദർവാസ ബിൽഡ് ചെയ്ത് അലാവുദ്ദീൻ ഖിൽജി ആണ് കേട്ടോ. അലൈ ദർവാസ ബിൽഡ് ചെയ്ത ആരായിരുന്നു? അലാവുദ്ദീൻ ഖിൽജി ആയിരുന്നു അലൈ ദർവാസ ബിൽഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ അലൈ ദർവാസ എന്ന് പറയുമ്പോൾ കുത്തബ് മിനാറിന്റെ എൻട്രി ഗേറ്റ് ആയിരുന്നു. ഓക്കെ, കുത്തബ് മിനാറിന്റെ എൻട്രി ഗേറ്റ് ആയിരുന്നു അലൈ ദർവാസ. പഠിച്ച ഓർമ്മയില്ലേ? കുത്തബ് മിനാറിന്റെ എൻട്രി ഗേറ്റ് ആയിരുന്നു അലൈ ദർവാസ. ഈ ബുലന്ദ് ദർവാസ എന്ന് പറയുമ്പോൾ ഫത്തേപൂർ സിക്രിയുടെ എൻട്രി ഗേറ്റ് ആണ് കേട്ടോ. ഓക്കെ, ഫത്തേപൂർ സിക്രിയുടെ എൻട്രി ഗേറ്റ് ആണ് എന്തെന്ന് പറയുന്നത്? ബുലന്ദ് ദർവാസ എന്ന് പറയുന്നത്. ബുലന്ദ് ദർവാസ ബിൽഡ് ചെയ്ത വർഷം മറക്കണ്ട, 1575 എന്നാണ്, 1575 ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് മോണുമെന്റ്സ് ഈസ് നോട്ട് സിറ്റുവേറ്റഡ് ഇൻ ഡൽഹി? അപ്പൊ ഡൽഹിയിൽ സിറ്റുവേറ്റ് ചെയ്യാത്ത മോണുമെന്റ് ഏതാണ്? ഇപ്പൊ ഏകദേശം നമ്മൾ പഠിച്ചതിൽ നിങ്ങൾക്ക് ആൻസർ ചെയ്യാനായിട്ട് പറ്റും. ഇങ്ങനെ തന്നെയാണ് കുറെ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ആൻസർ ചെയ്യുക കേട്ടോ. അത് ഓപ്ഷൻസ് വൈസ് എലിമിനേറ്റ് ചെയ്ത് നമ്മൾ ചെയ്യും. ഇവിടെ പഞ്ച്മഹൽ നമ്മൾ പഠിച്ചല്ലേ എവിടെയാണെന്ന്? ഫത്തേപൂർ സിക്രിയിലാണെന്ന് അല്ലെ. ആ ഫത്തേപൂർ സിക്രി എവിടെയാ? അത് ഉത്തർപ്രദേശ് ആണ് കേട്ടോ. ഫത്തേപൂർ സിക്രി എവിടെയാണ്? അത് ഉത്തർപ്രദേശിലാണ്. കുത്തബ് മിനാറും സ്റ്റെപ്പ് വെൽ ആയിട്ടുള്ള അഗ്രസൻ കി ബവോലിയും റെഡ് ഫോർട്ടും എവിടെയാണ്? ഡൽഹിയിലാണ്. ഇത് ഡൽഹിയിലുള്ള റെഡ് ഫോർട്ട് തന്നെയാണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. കാരണം പഞ്ച്മഹൽ അല്ലാതൊരു ഓപ്ഷൻ ഉള്ളത് കൊണ്ട്. ഓക്കെ, പഞ്ച്മഹല്, ഫത്തേപൂർ സിക്രി അതെവിടെയാണ്? ഉത്തർപ്രദേശിലാണ്. ക്ലിയർ ആണല്ലോ? പറഞ്ഞത് മനസ്സിലാവുന്നുണ്ടല്ലോ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. To which of the following deities is the Dilwara temple in Mount Abu dedicated? ഇതൊരു പക്ഷേ നമുക്ക് ഓപ്ഷൻസിനെ എലിമിനേറ്റ് ചെയ്ത് ആൻസർ ചെയ്യാൻ പറ്റിയേനെ. ദിൽവാര ടെമ്പിൾ ലൊക്കേറ്റ് ചെയ്തത് ഇതാണ് ഞാൻ പറഞ്ഞത്. ഡയറക്ട്ലി ദിൽവാര ടെമ്പിൾ ലൊക്കേറ്റ് ചെയ്യുന്നത് രാജസ്ഥാനിൽ എവിടെയാണെന്ന് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്, മൗണ്ട് അബുവിൽ. അതുകൊണ്ടാണ് പഠിക്കുമ്പോൾ എപ്പോഴും ക്വസ്റ്റ്യനിൽ ഒരു ഫാക്ട് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും പഠിക്കണം കേട്ടോ. അത് നോട്ട് ചെയ്ത് ഉറപ്പായിട്ടും പഠിച്ചിരിക്കണം. ഓക്കെ, ഇപ്പൊ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഒരു ക്വസ്റ്റിനെ ബേസ് ചെയ്യാൻ കണക്റ്റഡ് ഫാക്ടുകൾ പറയുന്നുണ്ട്. ആ കണക്റ്റഡ് ഫാക്ടുകൾ പിന്നീട് ക്വസ്റ്റ്യൻ ആയിട്ട് വന്നത് കണ്ടോ. സോ പഠിക്കുമ്പോൾ ആ രീതിയിൽ ഒന്ന് പ്രിപ്പയർ ചെയ്താൽ കുറച്ചുകൂടി മാർക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സ്കോർ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, സോ അങ്ങനെ ഒരു വേയിൽ എന്ത് ചെയ്യുക? മാക്സിമം പഠിക്കാനായിട്ട് ശ്രമിക്കുക. നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ ദിൽവാര ടെമ്പിൾ ലൊക്കേറ്റ് ചെയ്യുന്നത് എവിടെയാണ്? ദിൽവാര ടെമ്പിൾ ലൊക്കേറ്റ് ചെയ്യുന്നത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ആൻസർ രാജസ്ഥാനിലെ മൗണ്ട് അബുലാണ് ദിൽവാര ടെമ്പിൾ ലൊക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ ഒരു ക്വസ്റ്റ്യൻ കൂടെ വന്നിട്ടുണ്ട്.
ദിൽവാര ടെമ്പിൾ ഏത് റിലീജിയനുമായിട്ട് റിലേറ്റ് ചെയ്യുന്നത് ക്വസ്റ്റ്യൻ വന്നു. സോ നിങ്ങൾ പഠിക്കുമ്പോൾ പഠിക്കേണ്ടത് ദിൽവാര ജെയിൻ ടെമ്പിൾ എന്ന് പഠിക്കാം. എങ്ങനെ പഠിക്കാം? ദിൽവാര ജെയിൻ ടെമ്പിൾ എന്ന് പഠിക്കാം. അപ്പൊ ദിൽവാര ടെമ്പിൾ ഏത് റിലീജിയനുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന വെച്ചാൽ അതിന് ആൻസർ ജെയിനിസം ആണ്. ഓക്കെ, അപ്പൊ ദിൽവാര ജെയിൻ ടെമ്പിൾ ലൊക്കേറ്റ് ചെയ്യുന്നത് എവിടെയാണ്? രാജസ്ഥാനിലാണ്. രാജസ്ഥാനിൽ എവിടെയാണ്? മൗണ്ട് അബുവിലാണ്. ഓക്കെ, അപ്പൊ ദിൽവാര ജെയിൻ ടെമ്പിൾ ലൊക്കേറ്റ് ചെയ്യുന്നത് എവിടെയാണ്? രാജസ്ഥാനിലെ മൗണ്ട് അബുവിലാണ്. ആൻഡ് ദിൽവാര ജെയിൻ ടെമ്പിൾ ഡെഡിക്കേറ്റഡ് ടു ആദിനാഥ്. ഓക്കെ, ദിൽവാര ജെയിൻ ടെമ്പിൾ ഡെഡിക്കേറ്റഡ് ടു ആദിനാഥ്. ഈ ജഗന്നാഥ് പറയുമ്പോൾ നമുക്ക് എന്തോർക്കാം? പുരി ജഗന്നാഥ് ടെമ്പിൾ അല്ലേ? പുരി ജഗന്നാഥ് ടെമ്പിൾ എവിടെയാ? അത് ഒഡീഷയിലാണ്. കേദാർനാഥ് ബദ്രിനാഥ് അതെവിടെയാണ്? ഉത്തരാഖണ്ഡിലാണ് കേട്ടോ. കേദാർനാഥ് ബദ്രിനാഥ് എവിടെയാണ്? അത് ഉത്തരാഖണ്ഡിലാണ്. കേദാർനാഥ് ബദ്രിനാഥ് എവിടെയാണ്? ഉത്തരാഖണ്ഡിലാണ്. കേദാർനാഥ് ബദ്രിനാഥ് ഉത്തരാഖണ്ഡിലാണ്. അതുപോലെ തന്നെ നീലകാന്ത് മഹാദേവ ടെമ്പിൾ. ഓക്കെ, നീലകാന്ത് മഹാദേവ ടെമ്പിൾ റീസെന്റ് നടന്ന എക്സാമിന് ചോദിച്ച ടെമ്പിൾ ആണ്. അതും ഉത്തരാഖണ്ഡിലാണ് കേട്ടോ. നീലകാന്ത് മഹാദേവ ടെമ്പിൾ അതും എവിടെയാണ്? ഉത്തരാഖണ്ഡിലാണ്. ഓക്കെ, നീലകാന്ത് മഹാദേവ ടെമ്പിൾ എവിടെയാണ്? അത് ഉത്തരാഖണ്ഡിലാണ്. അപ്പൊ കേദാർനാഥ്, ബദ്രിനാഥ്, നീലകാന്ത് മഹാദേവ ടെമ്പിൾ എവിടെയാണ്? ഉത്തരാഖണ്ഡിൽ. പുരി ജഗന്നാഥ് ടെമ്പിൾ ആണെങ്കിലോ ഒഡീഷയിൽ. ദിൽവാര ടെമ്പിൾ റിലീജിയൻ ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുണ്ട്, ജെയിൻ ടെമ്പിൾ. സോ പഠിച്ചേക്കേണ്ടത് എങ്ങനെയാണ്? ദിൽവാര ജെയിൻ ടെമ്പിൾ എന്ന് പഠിക്കാം. ദിൽവാര ജെയിൻ ടെമ്പിൾ ലൊക്കേറ്റ് ചെയ്യുന്ന രാജസ്ഥാനിൽ. രാജസ്ഥാനിൽ എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൗണ്ട് അബു. കഴിഞ്ഞില്ല, ഒരു ക്വസ്റ്റ്യൻ കൂടി വന്നിട്ടുണ്ട്. ദിൽവാര ജെയിൻ ടെമ്പിൾ ബിൽറ്റ് ചെയ്ത ആരാണെന്ന്. ആരാണ്? അത് വിമൽ ഷയാണ്. ആരാണ്? വിമൽ ഷയാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. ഗോൾക്കൊണ്ട ഫോർട്ട് ഈസ് സിറ്റുവേറ്റഡ് ഇൻ വിച്ച് ഇന്ത്യൻ സ്റ്റേറ്റ്? അപ്പൊ ഗോൾക്കൊണ്ട ഫോർട്ട് ലൊക്കേറ്റ് ചെയ്യുന്നത് ഏത് സ്റ്റേറ്റിലാണ്? തെലങ്കാനയിലെ എവിടെയാണ്? ഹൈദരാബാദിലാണ്. ഓക്കെ, തെലങ്കാനയിലെ ഹൈദരാബാദിലാണ് ഗോൾക്കൊണ്ട ഫോർട്ട് ലൊക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, തെലങ്കാനയിലെ ഹൈദരാബാദിലാണ് ഗോൾക്കൊണ്ട ഫോർട്ട് ലൊക്കേറ്റ് ചെയ്യുന്നത്. തെലങ്കാനയിലെ ഹൈദരാബാദിലാണ് ഗോൾക്കൊണ്ട ഫോർട്ട് ലൊക്കേറ്റ് ചെയ്യുന്നത്. നോട്ട് ചെയ്തോണേ. ഈ ഗോൾക്കൊണ്ട ഫോർട്ട് ഉണ്ടല്ലോ, ഈ ഗോൾക്കൊണ്ട ഫോർട്ട് തെലങ്കാനയിലെ ഹൈദരാബാദിലാണ് ഗോൾക്കൊണ്ട ഫോർട്ട് ലൊക്കേറ്റ് ചെയ്യുന്നത്. ഈ ഗോൾക്കൊണ്ട ഫോർട്ട് ബിൽറ്റ് ചെയ്യുന്ന ഡൈനാസ്റ്റി ഏതാണെന്ന് എക്സാമിന് ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, തെലങ്കാനയിലെ ഹൈദരാബാദിലാണ് ഗോൾക്കൊണ്ട ഫോർട്ട് ലൊക്കേറ്റ് ചെയ്യുന്നത്. ഈ ഗോൾക്കൊണ്ട ഫോർട്ട് ബിൽറ്റ് ചെയ്ത ഡൈനാസ്റ്റി ഏതാണെന്ന് ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുണ്ട്. അത് കാകതീയ ഡൈനാസ്റ്റിയാണ്. ഓക്കെ, ഗോൾക്കൊണ്ട ഫോർട്ട് ബിൽറ്റ് ചെയ്യുന്ന ഡൈനാസ്റ്റി ഏതാണ്? കാകതീയ ഡൈനാസ്റ്റിയാണ്. പക്ഷേ ചില ടൈമിൽ ചില എക്സാമിന് ക്വസ്റ്റ്യൻ ആയിട്ട് വന്നപ്പോൾ അവിടെ കാകതീയ ഡൈനാസ്റ്റി ഓപ്ഷണൽ ആയിട്ട് ഉണ്ടായിരുന്നില്ല. അങ്ങനെ നോക്കുമ്പോൾ അവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത്, അവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് പിക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് കുത്തബ് ഷാഹി ഡൈനാസ്റ്റി ആയിരുന്നു. ഓക്കെ, കുത്തബ് ഷാഹി ഡൈനാസ്റ്റി ആയിരുന്നു. ഓക്കെ, കുത്തബ് ഷാഹി ഡൈനാസ്റ്റി. സോ നിങ്ങൾ പഠിക്കുമ്പോൾ ഇങ്ങനെയാണ് പഠിച്ചു വെക്കേണ്ടത്. എങ്ങനെയാണെന്നറിയാമോ? ഗോൾക്കൊണ്ട ഫോർട്ട് ബിൽറ്റ് ചെയ്യുന്ന ഏത് ഡൈനാസ്റ്റിയാ? കാകതീയ ഡൈനാസ്റ്റിയാ. ഓക്കെ, ഗോൾക്കൊണ്ട ഫോർട്ട് ബിൽറ്റ് ചെയ്യുന്ന ഏത് ഡൈനാസ്റ്റിയാണ്? കാകതീയ ഡൈനാസ്റ്റിയാണ്. പിന്നീട് ഇതിനെ എക്സ്പാൻഡ് ചെയ്യുന്നതും ഇതിനെ ഫോർട്ടിഫൈ ചെയ്യുന്നതും ഏത് ഡൈനാസ്റ്റിയാണ്? കുത്തബ് ഡൈനാസ്റ്റിയാണ്. ലേറ്റർ ഇറ്റ് ഈസ് എക്സ്പാൻഡഡ് ആൻഡ് fortified by, okay, later it is expanded and fortified by കുത്തബ് ഷാഹി ഡൈനാസ്റ്റി. അപ്പൊ ഓപ്ഷൻ നോക്കിയിട്ട് വേണം ആൻസർ ആയിട്ട് ചെയ്യാൻ. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഓർക്കുക, ഗോൾക്കൊണ്ട ഫോർട്ട് ലൊക്കേറ്റ് ചെയ്യുന്നത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ തെലങ്കാനയിലെ ഹൈദരാബാദിലാണ്. ഗോൾക്കൊണ്ട ഫോർട്ട് ബിൽറ്റ് ചെയ്യുന്ന ഡൈനാസ്റ്റി ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കാകതീയ ഡൈനാസ്റ്റിയാണ്. കാകതീയ ഡൈനാസ്റ്റി ഗോൾക്കൊണ്ട ഫോർട്ട് ബിൽറ്റ് ചെയ്തു അല്ലെ. പിന്നീട് എക്സ്പാൻഡ് ചെയ്തതും ഫോർട്ടിഫൈ ചെയ്യുന്നതും ഏത് ഡൈനാസ്റ്റിയാണ്? അത് കുത്തബ് ഷാഹി ഡൈനാസ്റ്റിയാണ്. ഓക്കെ ആണല്ലോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ജയ്പൂർ സിഗ്നേച്ചർ ബിൽഡിംഗ് ദ ഹവാ മഹൽ, എ മൾട്ടി ലേയേർഡ് പാലസ്, വാസ് ബിൽറ്റ് ബൈ സവായ് പ്രതാപ് സിംഗ് ഇൻ. അപ്പൊ ഹവാ മഹൽ എവിടെയാണ്? ഹവാ മഹൽ ജയ്പൂരിലാണ്. ഓക്കെ, ഹവാ മഹൽ എവിടെയാണ്? ജയ്പൂരിലാണ്. ഇതാണ് ഞാൻ പറഞ്ഞത്, ക്വസ്റ്റ്യനിലുള്ള ഫാക്ടുകൾ പഠിക്കണം എന്നുള്ളതിന്റെ അടുത്ത തെളിവുകളാണ് നിങ്ങൾക്ക് ക്വസ്റ്റ്യനിലൂടെ കാണാൻ പറ്റുന്നത്. ഡയറക്ട്ലി എക്സാമിന് ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുണ്ട് ഹവാ മഹൽ എവിടെയാണെന്ന്. അത് ഈ ക്വസ്റ്റ്യൻ പഠിക്കാൻ പറ്റുന്നില്ലേ? രാജസ്ഥാനിലെ ജയ്പൂരിലാണ്. അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് ഹവാ മഹൽ ബിൽറ്റ് ചെയ്ത ആരാണെന്ന്. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ആരാണ്? സവായ് പ്രതാപ് സിംഗ് ആണ്. ഇനി ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് ഈ സവായ് പ്രതാപ് സിംഗ് ഹവാ മഹൽ ബിൽറ്റ് ചെയ്ത വർഷം എന്നാണ്.
അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, ഏത് വർഷമാണ് സവായ് പ്രതാപ് സിംഗ് ഹവാമഹൽ ബിൽഡ് ചെയ്തത്? അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ പഠിച്ചു വെക്കേണ്ടത് ഹവാമഹൽ എവിടെയാണ്? രാജസ്ഥാനിലെ ജയ്പൂരിലാണ്. ഈ ഹവാമഹൽ ബിൽഡ് ചെയ്യുന്ന ആരാണ്? സവായ് പ്രതാപ് സിംഗ് ആണ്. സവായ് പ്രതാപ് സിംഗ് ഹവാമഹൽ ബിൽഡ് ചെയ്യുന്നത് 1799 ഓക്കെ, അപ്പൊ 1799 ഹവാമഹൽ സവായ് പ്രതാപ് സിംഗ് ജയ്പൂരിൽ ബിൽഡ് ചെയ്തു. അപ്പൊ സവായ് പ്രതാപ് സിംഗ് ഹവാമഹൽ ജയ്പൂരിൽ ബിൽഡ് ചെയ്യുന്ന വർഷം എന്നാണ്? 1799. നല്ല ക്വസ്റ്റ്യൻ ആണ്, നല്ല ക്വസ്റ്റ്യൻ ആണ്. ഈ 1699 പ്രത്യേകതയുണ്ട്. പ്രീവിയസ് ഇയർ ക്ലാസ്സിൽ എപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട്. ബട്ട് ഇന്ന് നമ്മൾ ആ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ ഡിസ്കസ് ചെയ്യുകയും ചെയ്യും. ഓക്കെ, അപ്പൊ 1799 സവായ് പ്രതാപ് സിംഗ് ആണ് ജയ്പൂരിലെ ഹവാമഹൽ ബിൽഡ് ചെയ്യുന്നത്. ഓർത്തിരിക്കാലോ, 1799. അപ്പൊ 1799 ജയ്പൂരിലെ ഹവാമഹൽ ബിൽഡ് ചെയ്യുന്ന ആരാണ്? സവായ് പ്രതാപ് സിംഗ് ആണ്. ഈ ഹവാമഹൽ എന്ത് വെച്ചിട്ടാണ് ബിൽഡ് ചെയ്തിരിക്കുന്നത്? ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. റെഡ് ആൻഡ് പിങ്ക് സ്റ്റോൺ ആണ് കേട്ടോ. റെഡ് ആൻഡ് പിങ്ക് സ്റ്റോൺ യൂസ് ചെയ്തിട്ടാണ് ഹവാമഹൽ ബിൽഡ് ചെയ്തിരിക്കുന്നത്. ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടേ, ക്വസ്റ്റ്യൻ ഡയറക്ട്ലി വന്നിട്ടുണ്ട്. ഹവാമഹൽ എന്ത് വെച്ചിട്ടാണ് ബിൽഡ് ചെയ്തിരിക്കുന്നത്? നമ്മുടെ RRB എക്സാമിനാണ് ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുണ്ട്. റെഡ് ആൻഡ് പിങ്ക് സ്റ്റോൺ വെച്ചിട്ടാണ് ഹവാമഹൽ ബിൽഡ് ചെയ്തിരിക്കുന്നത്. ഇതുപോലെ എക്സാമിന് ക്വസ്റ്റ്യൻ ആയിട്ട് വന്നതാണ്. ഈ ഹവാമഹൽ എന്ന് പറഞ്ഞാൽ എന്താണ്? പാലസ് ഓഫ് ബ്രീസ് എന്നാണ് അല്ലേ? ഹവാമഹൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാലസ് ഓഫ് ബ്രീസ് എന്നാണ് അല്ലേ? പാലസ് ഓഫ് ബ്രീസ്. ക്വസ്റ്റ്യൻ വന്നത് ഇങ്ങനെയാണ്: ഈ ഹവാമഹലിന് ടോട്ടൽ എത്ര വിൻഡോസ് ആണുള്ളത്? ഓക്കെ, ഈ ഹവാമഹലിന് ടോട്ടൽ എത്ര വിൻഡോസ് ആണുള്ളത് എന്ന് വെച്ചാൽ അതിന് ആൻസർ 953 വിൻഡോസ് ആണ്. ഓക്കെ, ഹവാമഹലിന് ടോട്ടൽ എത്ര വിൻഡോസ് ആണുള്ളത്? 953 വിൻഡോസ് ആണുള്ളത്. ഓക്കെ, അപ്പൊ ഈ പറഞ്ഞ ഫാക്ടുകളെ ഒന്നുകൂടെ കൺസോളിഡേറ്റ് ചെയ്ത് പറഞ്ഞുതരാം. ഇത്തവണ പറയുമ്പോൾ പഠിപ്പിച്ചത് ഉറപ്പായിട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവണം. ഓക്കെ, അപ്പൊ ഹവാമഹൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാലസ് ഓഫ് ബ്രീസ് ആണ്. ഹവാമഹൽ ലൊക്കേറ്റ് ചെയ്യുന്നത് ജയ്പൂരിലാണ്. ജയ്പൂരിൽ ലൊക്കേറ്റ് ചെയ്യുന്ന ഹവാമഹൽ ബിൽഡ് ചെയ്ത സവായ് പ്രതാപ് സിംഗ് ആണ്. സവായ് പ്രതാപ് സിംഗ് ഹവാമഹൽ ബിൽഡ് ചെയ്യുന്ന വർഷം അത് 1799 റെഡ് ആൻഡ് പിങ്ക് സ്റ്റോൺ യൂസ് ചെയ്തിട്ടാണ് ഹവാമഹൽ ബിൽഡ് ചെയ്തിട്ടുള്ളത്. ഹവാമഹലിന് ടോട്ടൽ എത്ര വിൻഡോസ് ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ആൻസർ 953 വിൻഡോസ് ആണ്. ക്ലിയർ ആണല്ലോ? നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. കുറച്ച് ഫോർട്ടുകളുടെ പേരുണ്ട് അല്ലേ? ഇതിൽ തമിഴ്നാട്ടിൽ ലൊക്കേറ്റ് ചെയ്യുന്ന ഫോർട്ട് ഏതാണ്? ഇതിൽ തമിഴ്നാട്ടിൽ ലൊക്കേറ്റ് ചെയ്യുന്ന ഫോർട്ട് അത് മനോറ ഫോർട്ട് ആണ്. ഓക്കെ, മനോറ ഫോർട്ട് ആണ് എവിടെ ലൊക്കേറ്റ് ചെയ്യുന്നത്? തമിഴ്നാട്ടിൽ ലൊക്കേറ്റ് ചെയ്യുന്നത്. ഇവിടെ നമ്മളൊരു കാര്യം ഓർത്തിരിക്കേണ്ടത്, ഇവിടെ നമ്മളൊരു കാര്യം പഠിച്ചു വെക്കേണ്ടത്, രാജസ്ഥാനിലെ കുറച്ച് ഫോർട്ടുകൾ നമ്മൾ നോക്കാണ്ട്. ഓക്കെ, രാജസ്ഥാനിലെ കുറച്ച് ഫോർട്ടുകൾ ഞാൻ പറഞ്ഞു. നമ്മുടെ എക്സാം പോയിന്റ് ഓഫ് വ്യൂല് യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് എന്നൊരു ടോപ്പിക് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഓൾറെഡി നമ്മുടെ ചാനലിൽ തന്നെ ആ യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ടോപ്പിക് വൈസ് ആയിട്ട് കവർ ചെയ്തിട്ടുണ്ട്. അതെന്തായാലും പഠിക്കണം കേട്ടോ. നമ്മുടെ RRB NTPC എക്സാമിന് അത് ഉറപ്പായിട്ട് എന്ത് ചെയ്യണം? ആ ഒരു ടോപ്പിക്ക് നോക്കിയിട്ടേ പോവാവൂ. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ ആ യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കും 2013 ഹിൽ ഫോർട്ട്സിനെ യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിലോട്ട് ആഡ് ചെയ്ത് നമ്മൾ പഠിക്കും. ഓക്കെ, 2013 ഹിൽ ഫോർട്ട്സിനെ യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിലോട്ട് ആഡ് ചെയ്ത് നമ്മൾ പഠിക്കും. അപ്പൊ ഒരു തവണ എക്സാമിന് ക്വസ്റ്റ്യൻ ആയിട്ട് വന്നത് ഈ ഹിൽ ഫോർട്ട്സിൽ, ഹിൽ ഫോർട്ട് എന്നല്ല പറഞ്ഞ ഫോർട്ട്സ് എന്നാണ് പറഞ്ഞത്. അപ്പൊ ഒന്നിൽ കൂടുതൽ ഫോർട്ടുകൾ ഉണ്ടെന്ന് മനസ്സിലായി. അപ്പൊ ക്വസ്റ്റ്യൻ ആയിട്ട് വന്നത് ഈ ഹിൽ ഫോർട്ട്സിൽ അല്ലെങ്കിൽ യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിലായിട്ട് ആഡ് ചെയ്തിട്ടുള്ള ഈ ഹിൽ ഫോർട്ട്സിൽ ടോട്ടൽ എത്ര ഫോർട്ടുകളാണ് ഇൻക്ലൂഡ് ആയിട്ടുള്ളത്? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഇനി നമുക്ക് ആൻസർ ചെയ്യാനായിട്ട് പറ്റണം. ടോട്ടൽ 6 ഫോർട്ടുകൾ. എത്രയാണ്? ടോട്ടൽ 6 ഫോർട്ട്സിനെയാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ആ ഫോർട്ടുകൾ ഏതൊക്കെയാണെന്ന് ഞാൻ പഠിപ്പിച്ചു തരാം. ഓക്കെ, അത് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ആൻസർ കുംഭൽഗഡ് ഫോർട്ട്. ഓക്കെ, കുംഭൽഗഡ് ഫോർട്ട്, ചിറ്റോർഗഡ് ഫോർട്ട്. ഓക്കെ, കുംഭൽഗഡ് ഫോർട്ട്, ചിറ്റോർഗഡ് ഫോർട്ട്, രണതംബോർ ഫോർട്ട്. ഓക്കെ, കുംഭൽഗഡ് ഫോർട്ട്, ചിറ്റോർഗഡ് ഫോർട്ട്, രണതംബോർ ഫോർട്ട്, ഗാഗ്രോൺ ഫോർട്ട്, ജയ്സൽമാർ ഫോർട്ട്. ഇതെല്ലാം എവിടെയാണ്? ഹിൽ ഫോർട്ട്സ്. ഈ ഹിൽ ഫോർട്ട്സ് എവിടെയാ? അത് ഞാൻ പറഞ്ഞില്ല. എവിടെയാണത്? രാജസ്ഥാനിലാണ് കേട്ടോ. ഓക്കെ, ഹിൽ ഫോർട്ട്സ് എവിടെയാണ്? രാജസ്ഥാൻ. ഈ ഹിൽ ഫോർട്ട്സിനെ യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിലോട്ട് ആഡ് ചെയ്യുന്ന അത് 2013.
ഹിൽ ഫോർട്ട്സിൽ എത്ര ഫോർട്ട്സുകൾ ഇൻക്ലൂഡ് ആയിട്ടുണ്ട്? 6 ഫോർട്ടുകൾ. അതേതൊക്കെയാണ്? കുംഭൽഗഡ് ഫോർട്ട്, ചിറ്റോർഗഡ് ഫോർട്ട്, രണതംബോർ ഫോർട്ട്, ഗാഗ്രോൺ ഫോർട്ട് ആൻഡ് ഓൾസോ ജയ്സൽമാർ ഫോർട്ട്. ഓക്കെ, അപ്പൊ കുംഭൽഗഡ് ഫോർട്ട്, ചിറ്റോർഗഡ് ഫോർട്ട്, രണതംബോർ ഫോർട്ട്, ഗാഗ്രോൺ ഫോർട്ട് ആൻഡ് ജയ്സൽമാർ ഫോർട്ട്. ഓക്കെ, അപ്പൊ മനോറ ഫോർട്ട് എവിടെയാണ്? തമിഴ്നാട്ടിലാണ്. ടോട്ടൽ ഹിൽ ഫോർട്ട്സുകൾ ഉണ്ട് അല്ലെ 2000. അതായത് രാജസ്ഥാനിലെ ഹിൽ ഫോർട്ട്സിനെ യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിലോട്ട് ആഡ് ചെയ്യുന്ന വർഷം 2013. പക്ഷെ വർഷം അങ്ങനെ ചോദിച്ചു കണ്ടിട്ടില്ല. ഹിൽ ഫോർട്ട്സ് എവിടെയാണെന്ന് ചോദിച്ചിട്ടുണ്ട്, അത് രാജസ്ഥാനിലാണ്. ഈ ഹിൽ ഫോർട്ട്സിൽ എത്ര ഫോർട്ടുകൾ ഇൻക്ലൂഡ് ആണെന്ന് ചോദിച്ചിട്ടുണ്ട്? 6 ഫോർട്ട്. അതേതൊക്കെയാണ്? കുംഭൽഗഡ് ഫോർട്ട്, ചിറ്റോർഗഡ് ഫോർട്ട്, രണതംബോർ ഫോർട്ട്, ഗാഗ്രോൺ ഫോർട്ട് ആൻഡ് ജയ്സൽമാർ ഫോർട്ട്. ലോങ്സ്റ്റ് കണ്ടിന്യൂസ് വാൾ ഇൻ ഇന്ത്യ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ആൻസർ കുംഭൽഗഡ് ഫോർട്ട് വാൾ ആണ്. ഓക്കെ, ലോങ്സ്റ്റ് കണ്ടിന്യൂസ് വാൾ ഇൻ ഇന്ത്യ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ആൻസർ കുംഭൽഗഡ് ഫോർട്ട് ആണ്. ഓക്കെ, അപ്പൊ മനോറ ഫോർട്ട് എവിടെയാ? അത് തമിഴ്നാട്. ഓക്കെ ആണല്ലോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇൻ വിച്ച് ഇയർ ഇബാദത്ത് ഖാന. എന്താണ് ഇബാദത്ത് ഖാന എന്ന് പറയുമ്പോൾ? ആദ്യം നമ്മൾ പറഞ്ഞിരുന്നു ഇബാദത്ത് ഖാൻ ഇറക്ട് ചെയ്ത ആരാണ്? അത് അക്ബർ ആണെന്ന്. അപ്പൊ ഇബാദത്ത് ഖാന എന്ന് പറയുന്നത് എന്താണ്? ഹൗസ് ഓഫ് വർഷിപ്പ് എന്നാണ് കേട്ടോ. ഓക്കെ, ഇബാദത്ത് ഖാന എന്ന് പറഞ്ഞാൽ എന്താണ് മീനിങ്? ഹൗസ് ഓഫ് വർഷിപ്പ് എന്നാണ്. ഈ ഇബാദത്ത് ഖാന, ഓക്കെ, ഈ ഇബാദത്ത് ഖാന അക്ബർ ഇറക്ട് ചെയ്ത വർഷം എന്നാണ്. ഓക്കെ, ഈ ഇബാദത്ത് ഖാന അല്ലെങ്കിൽ ഹൗസ് ഓഫ് വർഷിപ്പ് അക്ബർ ഇറക്ട് ചെയ്ത വർഷം അത് 1575 തന്നെയാണ്. ഓക്കെ, ഇബാദത്ത് ഖാന ഹൗസ് ഓഫ് വർഷിപ്പ് എന്ന് അറിയപ്പെടുന്നു. അത് അക്ബർ ഇറക്ട് ചെയ്ത വർഷം എന്ന് തന്നെയാണ് 1575 തന്നെയാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഗുരു ഗോബിന്ദ് സിംഗ് അല്ലെ, ഗുരു ഗോബിന്ദ് സിംഗ്, നമ്മുടെ സിഖ് ഗുരുവിൽ ഒരാളായിട്ടുള്ള ഗുരു ഗോബിന്ദ് സിംഗ്. ഗുരു ഗോബിന്ദ് സിംഗ് എന്ത് ഫോം ചെയ്തു എന്ന് ക്വസ്റ്റ്യനിൽ പറയുന്നു? കൽസാ പന്ത് ഫോം ചെയ്തു അല്ലെ. അപ്പൊ കൽസാ പന്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? സിഖുകാരുടെ ഒരു റിലീജിയസ് കമ്മ്യൂണിറ്റി. ഓക്കെ, സിഖുകാരുടെ ഒരു റിലീജിയസ് കമ്മ്യൂണിറ്റിയാണ് എന്തെന്ന് പറയുന്നത്? കൽസാ പന്ത് എന്ന് പറയുന്നത്. ഓക്കെ, സിഖുകാരുടെ ഒരു റിലീജിയസ് കമ്മ്യൂണിറ്റിയാണ് എന്ന് പറയുന്നത് കൽസാ പന്ത് എന്ന് പറയുന്നത്. ഈ കൽസാ പന്ത് ഫോം ചെയ്ത വർഷം എന്നാണ്? അത് 1699. ഇതും ഓൾറെഡി ഫെസ്റ്റിവൽസ് ഏതോ പഠിപ്പിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു അല്ലെ. സിഖുകാരുടെ റിലീജിയസ് കമ്മ്യൂണിറ്റിയാണ് കൽസാ പന്ത്. ഈ കൽസാ പന്ത് ഗുരു ഗോബിന്ദ് സിംഗ് ഫോം ചെയ്തത് എന്നാണ്? 1699. ഈ ഇവന്റിനെ കൊമമറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പഞ്ചാബില് ബൈശാഖി ഫെസ്റ്റിവൽ സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഓർമ്മയുണ്ടോ? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ് അല്ലെ. ഓക്കെ, അപ്പോ ഗുരു ഗോബിന്ദ് സിംഗ്, സിഖ് ഗുരുവായിട്ടുള്ള ഗുരു ഗോബിന്ദ് സിംഗ് കൽസാ പന്ത് ഫോം ചെയ്യുന്നു. സിഖുകാരുടെ റിലീജിയസ് കമ്മ്യൂണിറ്റിയാണ് കൽസാ പന്ത്. അപ്പൊ ഗുരു ഗോബിന്ദ് സിംഗ് കൽസാ പന്ത് ഫോം ചെയ്ത വർഷം എന്നാണ്? 1699. ഈ ഇവന്റിനെ കോമറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പഞ്ചാബിൽ സെലിബ്രേറ്റ് ചെയ്യുന്ന ഫെസ്റ്റിവൽ ആണ് ഏതെന്ന് പറയുന്നത്? ബൈശാഖി ഫെസ്റ്റിവൽ എന്ന് പറയുന്നത്. ഓക്കെ, ഇതും എവിടെയോ കണക്റ്റഡ് ഫാക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഗുരു നാനാക്ക് ഇല്ലേ, ഗുരു നാനാക്ക് ആരാണ്? സിക്കിസം റിലീജിയന്റെ ഫൗണ്ടർ ആണ് ആര്? ഗുരു നാനാക്ക്. ഗുരു നാനാക്ക് ബോൺ ചെയ്ത പ്ലേസ് എവിടെയാണ്? താൽവണ്ടി. ഈ താൽവണ്ടി എന്ന് പറയുന്ന പ്ലേസിനെ ഇപ്പൊ ഏത് പേരിൽ അറിയപ്പെടുന്നു? നൻകര സാഹിബ് എന്ന് പറയുന്ന പേരിൽ അറിയപ്പെടുന്നു. ഇത് പ്രസന്റ്ലി എവിടെയാണ്? പാകിസ്ഥാനിലാണ്. അപ്പൊ ഞാൻ പറഞ്ഞിരുന്നു ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ പഠിച്ചു വെച്ചിരുന്നാൽ റീസെന്റ് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ പറ്റിയേനെ. നൻകര സാഹിബ് ഗുരുദ്വാര എവിടെയാണെന്ന് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചു കണ്ടു. ഓക്കെ, നൻകര സാഹിബ് ഗുരുദ്വാര എവിടെയാണെന്ന് ചോദിച്ചു കണ്ടു. അപ്പൊ നൻകര സാഹിബ് ഗുരുദ്വാര എവിടെയാ? പാകിസ്ഥാനില്. ഓക്കെ, അപ്പൊ താൽവണ്ടി എന്ന് പറയുന്ന പ്ലേസിലാണ് സിഖിസം റിലീജിയന്റെ ഫൗണ്ടർ ആയിട്ടുള്ള ഗുരു നാനാക്ക് ബോൺ ചെയ്യുന്നത്. ഗുരു നാനാക്ക് ബോൺ ചെയ്ത വർഷം മറക്കാതെ ഓർത്തോ, അത് 1469. ഓക്കെ, ഗുരു നാനാക്ക് ബോൺ ചെയ്തത് എന്നാണ്? അത് 1469 ഗുരു നാനാക്ക് ബോൺ ചെയ്യുന്നത്. ഓക്കെ, ഗുരു നാനാക്ക് ബോൺ ചെയ്ത വർഷം അത് 1469. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് ബുക്ക് വാസ് റിട്ടൺ ബൈ വിഷ്ണു ശർമ്മ. വിഷ്ണു ശർമ്മ എഴുതിയ ബുക്കാണ് ഏതെന്ന് പറയുന്നത്? പഞ്ചതന്ത്ര എന്ന് പറയുന്നത്. ഓക്കെ, പഞ്ചതന്ത്ര എഴുതിയത് ആരാണ്? വിഷ്ണു ശർമ്മ. ഈ ഓപ്ഷനുള്ള ബുക്കുകൾ കണ്ടോ, ഇതെല്ലാം പ്രീവിയസ് ഇയർ റിപ്പീറ്റഡ് ആണ്. വിഷ്ണു ശർമ്മ എഴുതിയ ബുക്ക് ഏതാണ്? പഞ്ചതന്ത്ര. അർത്ഥശാസ്ത്രം എഴുതിയത് ആരാണ്? കൗടില്യ. ഈ കൗടില്യന്റെ മറ്റൊരു പേരാണെന്ത്? ചാണക്യ അല്ലെങ്കിൽ വിഷ്ണുഗുപ്ത എന്നുള്ളതൊക്കെ അല്ലെ. വിഷ്ണുഗുപ്ത,
ചാണക്യ, കൗടില്യ ഇതെല്ലാം അറിയപ്പെടുന്ന ഒരാളെ തന്നെയാണ്. അപ്പൊ അർത്ഥശാസ്ത്രം എഴുതിയതാണ് കൗടില്യ. ചിലപ്പോൾ ഓപ്ഷനിൽ ഉണ്ടാവുക ചാണക്യ എന്നായിരിക്കും, ചിലപ്പോൾ ഓപ്ഷനിൽ ഉണ്ടാവുക വിഷ്ണുഗുപ്ത എന്നായിരിക്കും. അത് ഓപ്ഷൻ നോക്കിയിട്ട് ആൻസർ ചെയ്യുക. ഓക്കെ, അപ്പൊ അർത്ഥശാസ്ത്രം എഴുതാരാണ് കൗടില്യ, അല്ലെങ്കിൽ ചാണക്യ, അല്ലെങ്കിൽ എന്ത് പറയാ വിഷ്ണുഗുപ്ത. പഞ്ചതന്ത്ര എഴുതിയതാരാണ് വിഷ്ണു ശർമ്മ. ഇന്ത്യക്ക് എഴുതിയതാരാണ്, ഇന്ത്യക്ക എന്ന് പറയുന്ന ബുക്ക് എഴുതിയത് മെഗസ്തനീസ് ആണ് കേട്ടോ. ഓക്കെ, ഇന്ത്യക്ക എന്ന് പറയുന്ന ബുക്ക് എഴുതിയതാരാണ് മെഗസ്തനീസ് ആണ്. രാജതരംഗിണി എന്ന് പറയുന്ന ബുക്ക് എഴുതിയതാരാണ് കൽഹണനാണ്. ഓക്കെ, രാജതരംഗിണി എന്ന് പറയുന്ന ബുക്ക് എഴുതിയതാരാണ് കൽഹണനാണ്. ഓക്കെ, അപ്പൊ അർത്ഥശാസ്ത്രം എന്ന് പറയുന്ന ബുക്ക് എഴുതിയത് കൗടില്യ, ചാണക്യ അല്ലെങ്കിൽ വിഷ്ണുഗുപ്ത എന്ന് പറയാം. പഞ്ചതന്ത്ര എന്ന് പറയുന്ന ബുക്ക് എഴുതിയത് വിഷ്ണു ശർമ്മ. ഇന്ത്യക്ക എന്ന് പറയുന്ന ബുക്ക് എഴുതിയത് മെഗസ്തനീസ്. രാജതരംഗിണി എന്ന് പറയുന്ന ബുക്ക് എഴുതിയതാരാണ് കൽഹണനാണ്. ഓർത്തിരിക്കാൻ പറ്റുമല്ലോ. ഓക്കെ, അപ്പൊ പറഞ്ഞത് അർത്ഥശാസ്ത്രം എഴുതിയത് കൗടില്യ, പഞ്ചതന്ത്ര എഴുതിയത് വിഷ്ണു ശർമ്മ, ഇന്ത്യക്ക് എഴുതിയത് മെഗസ്തനീസ്, രാജതരംഗിണി എഴുതിയത് കൽഹണ. ഇനി 3 ബുക്കുകൾ കൂടി ഇതിന് കൂടുതൽ നോട്ട് ചെയ്തു കേട്ടോ. നാഗാനന്ദ, രത്നാവലി, പ്രിയദർശിക. ഓക്കെ, നാഗാനന്ദ, രത്നാവലി, പ്രിയദർശിക. ഈ 3 ബുക്ക് എഴുതിയത് ആരാണ്? അത് ഹർഷവർദ്ധൻ ആണ് കേട്ടോ. ആരാണ്? ഹർഷവർദ്ധൻ. നാഗാനന്ദ, രത്നാവലി, പ്രിയദർശിക എഴുതിയതാരാണ്? ഹർഷവർദ്ധനാണ്. അപ്പോ പഞ്ചതന്ത്ര എഴുതിയത് വിഷ്ണു ശർമ്മ, അർത്ഥശാസ്ത്രം എഴുതിയത് കൗടില്യ, ഇന്ത്യക്ക് എഴുതിയത് മെഗസ്തനീസ്, രാജതരംഗിണി എഴുതിയത് കൽഹണ. നാഗാനന്ദ, രത്നാവലി, പ്രിയദർശിക. ഓക്കെ, നാഗാനന്ദ, രത്നാവലി, പ്രിയദർശിക എഴുതിയതാരാണ്? ഹർഷവർദ്ധൻ. ഓക്കെ, നാഗാനന്ദ, രത്നാവലി, പ്രിയദർശിക എഴുതിയതാരാണ്? ഹർഷവർദ്ധനാണ്. ഓക്കെ ആണോ? ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ചാർമിനാർ ഓഫ് ഹൈദരാബാദ് ബിൽറ്റ് ബൈ. ഹൈദരാബാദിലുള്ള ചാർമിനാർ ബിൽറ്റ് ചെയ്ത ആരാണ്? അപ്പൊ ചാർമിനാർ എവിടെയാണ് ലൊക്കേറ്റ് ചെയ്യുന്നത് കിട്ടി? ഹൈദരാബാദിൽ. ഹൈദരാബാദിലുള്ള ചാർമിനാർ ബിൽറ്റ് ചെയ്യുന്നത് മുഹമ്മദ് കുലി കുത്തബ് ഷാ ആണ്. പ്ലേഗ് ഇറാഡിക്കേഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. പ്ലേഗ് ഇറാഡിക്കേഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ് ഹൈദരാബാദിൽ ചാർമിനാർ നിർമ്മിക്കപ്പെടുന്നത്. ഓക്കെ, അപ്പൊ ചാർമിനാർ എവിടെയാണ്? ഹൈദരാബാദിൽ. പ്ലേഗ് ഇറാഡിക്കേഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ് ചാർമിനാർ ബിൽറ്റ് ചെയ്യുന്നത്. ഈ ചാർമിനാർ ബിൽറ്റ് ചെയ്ത ആരാണെന്ന് വെച്ച് കഴിഞ്ഞാലോ അതിന് ആൻസർ മുഹമ്മദ് കുലി കുത്തബ് ഷാ ആണ്. ഓക്കെ, അപ്പൊ ചാർമിനാർ ലൊക്കേറ്റ് ചെയ്യുന്നത് എവിടെയാണ്? ഹൈദരാബാദിൽ. പ്ലേഗ് ഇറാഡിക്കേഷനുമായിട്ട് റിലേറ്റ് ചെയ്ത് ചാർമിനാർ ബിൽറ്റ് ചെയ്യുന്ന ആരാണ്? മുഹമ്മദ് കുലി കുത്തബ് ഷാ ആണ്. ഓക്കെ ആണോ? ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഇന്നത്തെ ക്ലാസ്സിൽ പഠിപ്പിച്ചൊക്കെ മനസ്സിലായിട്ടുണ്ടല്ലോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതുപോലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും അതുമായിട്ട് റിലേറ്റ് ചെയ്ത ഫാക്റ്റുകളുമായിട്ട് അടുത്ത ക്ലാസ്സിൽ മീറ്റ് ചെയ്യാം. ഓക്കെ, ബൈ. താങ്ക് യു ഓൾ ആൻഡ് ഹാപ്പി ലേണിംഗ്.